പാലാ രൂപത കർഷക വർഷം 2020 സമഗ്ര കുടുംബകൃഷി മത്സരം. എൻ്റെ പേര് തോമസ് കുട്ടി മാത്യു, വീട്ടുപേര് മൂനിപ്പള്ളി. ഇന്ന് 2020 നവംബർ മാസം 22-ാം തീയതി പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള പുലരി കർഷകദളം മേവട യിലെ ഒരംഗമാണ് ഞാൻ. ഇവിടെ ഏതാണ്ട് 3 ഏക്കറോളം സ്ഥലത്ത് സംയോജിത കൃഷിരീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. പ്രധാന വിളയായി തെങ്ങ് കൃഷി ചെയ്തിരിക്കുന്നു. 3 വർഷമായി. ഇതിന് ഇടവിളയായി 1.5 ഏക്കർ സ്ഥലത്ത് പ്ലാവും ജാതിയും കൃഷി ചെയ്തിരിക്കുന്നു. 2 വർഷമായ പ്ലാവുകൾ ധാരാളമായി കായ്ച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതിന് ഇടവിളയായി പച്ചക്കറി കൃഷി ചെയ്തിരിക്കുന്നു. ഇവിടെ മുമ്പ് ചേന കൃഷി ചെയ്തിരുന്നു. വിളവെടുപ്പ് കഴിഞ്ഞു. ഇപ്പോൾ തടമെടുത്ത് വെള്ളരി കൃഷി ചെയ്തിരിക്കുന്നു. റോബസ്റ്റ, ഏത്തവാഴ മുതലായവ കുറച്ച് സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. അര ഏക്കറോളം സ്ഥലത്ത് 2ഇടത്തായി വള്ളിപ്പയർ കൃഷി ചെയ്തിരിക്കുന്നു. വിളവ് കിട്ടിത്തുടങ്ങി. ഇവിടെ ഏതാണ്ട് 200ഓളം ചുവട് വഴുതന കൃഷി ചെയ്തിരിക്കുന്നു. വെണ്ട 500ഓളം ചുവട് കൃഷി ചെയ്തിട്ടുണ്ട്. വിളവ് ആയി തുടങ്ങി. ഇത് അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് ഗ്രാഫ്റ്റ് ചെയ്ത തൈയാണ്. ഇവിടെ 25 സെന്റോളം സ്ഥലത്ത് കോവൽ കൃഷി ചെയ്തിട്ടുണ്ട്. പൂവിട്ട് തുടങ്ങി. ഈ പ്രദേശം മഴക്കാലത്ത് കുറച്ച് വെള്ളക്കെട്ടുള്ളതിനാൽ തെങ്ങിന് ഇടവിളയായി മംഗോസ്റ്റീനും കുടംപുളിയും ഗ്രാഫ്റ്റ് ചെയ്ത കുടംപുളിയും കൃഷി ചെയ്തിട്ടുണ്ട്. പാഷൻ ഫ്രൂട്ട്, ഇതിനുള്ള പന്തലാണിത്. മുമ്പുണ്ടായിരുന്നത് വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയി. തീറ്റപ്പുൽ കൃഷി തോടിനരികിൽ മുഴുവൻ കൃഷി ചെയ്തിരിക്കുന്നു. കറവിയുള്ള എരുമയും പ്രസവിക്കാറായ എരുമകളുമുണ്ട്. കൂടാതെ ഗിനിക്കോഴി, മണിത്താറാവ്, മുട്ടക്കോഴി, പേത്ത മുതലായവയും വളർത്തുന്നു. പഴവർഗ വൃക്ഷങ്ങളായ മുള്ളാത്ത, ഓറഞ്ച്, പപ്പായ, പേര, ചാമ്പ, സീതപ്പഴം, റംബുട്ടാൻ, ലിച്ചി, ചെറുനാരകം, സപ്പോട്ട, ലാങ്സറ്റ്, പനിനീർച്ചാമ്പ, വിവിധയിനം മാവുകൾ വീടിന് പരിസരത്തുണ്ട്.